നമസ്കാരം. 471 ദിവസത്തെ ഹമാസ് തടവിന് അന്ത്യം. 3 ബന്ധികൾ ഇസ്രായേൽ മണ്ണുതൊട്ടു. വെടിനിർത്തൽ ആദ്യഘട്ടം വിജയകരം. ബന്ധികളാക്കിയ റോമി ഗൊനൻ, എമിലി ദമാരി, ഡോറോൺ സ്റ്റെയിൻ ബ്രെച്ചർ എന്നിവർ 471 ദിവസത്തെ ഹമാസ് തടവിന് ശേഷം ഗാസ മുനമ്പിൽ നിന്നും അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് പ്രവേശിച്ചു. പ്രാഥമിക പരിശോധനയ്ക്കായി IDF പ്രത്യേക സേന 3 ബന്ധികളെ അതിർത്തിക്കടുത്തുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആയുധധാരികളായ ഹമാസ് തീവ്രവാദികളാൽ വളഞ്ഞ ഒരു വാഹനത്തിൽ നിന്നും 3 സ്ത്രീകളായ ബന്ധികൾ പുറത്തിറങ്ങുന്നത് വളരെ കുറച്ചു മുൻപ്, നിമിഷങ്ങൾക്ക് മുൻപ് കൈമാറിയ ദൃശ്യങ്ങൾ വാർത്തയായിരുന്നു. ബന്ധികൾ ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിയുടെ വാഹനങ്ങളിൽ കയറിയാണ് IDFന്റെ കൈകളിലേക്ക് എത്തിയത്. ബന്ധികളാക്കിയ 3 സ്ത്രീകളെ പടിഞ്ഞാറൻ ഗാസ സിറ്റിയിലെ അൽ റിമാൽ പരിസരത്തുള്ള അൽസറായ സ്ക്വയറിൽ റെഡ് ക്രോസിന് ഔദ്യോഗികമായി കൈമാറിയതായി ഹമാസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഒടുവിൽ 15 മാസത്തോളം നീണ്ട ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് അവസാനം കുറിക്കപ്പെടുകയാണ്. എങ്ങും ആഹ്ലാദവും സന്തോഷവുമാണുള്ളത്. ഇസ്രായേൽ എങ്ങും ബന്ധികളെ സ്വീകരിക്കാനുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. എന്തായാലും അതിർത്തികളിൽ സമാധാനം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ കരാർ ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് പ്രാബല്യത്തിൽ വന്നത്. ഈജിപ്ത്, ഖത്തർ, US എന്നിവയുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാർ മധ്യപൂർവ്വദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷകൾ. 3 ഘട്ടങ്ങളായി നടപ്പാക്കുന്ന കരാർ ഇങ്ങനെയാണ്. 6 ആഴ്ച നീളുന്ന 3 ഘട്ടങ്ങളുള്ളതാണ് കരാർ. ഓരോ സിവിലിയൻ ബന്ധികൾക്കും 30 ഫലസ്തീൻ തടവുകാരെയും, ഹമാസ് മോചിപ്പിക്കുന്ന ഓരോ ഇസ്രായേലി വനിതാ സൈനികർക്കും 50 ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കണം. ആദ്യ ഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ബന്ധികൾ സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, മുറിവേറ്റവർ എന്നിങ്ങനെയുള്ള പ്രാഥമിക പട്ടികയിലുള്ളവരാണെന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ റുമേനിയൻ പൗരയായ ഡോറോൺ വെറ്റിനറി നേഴ്സാണ്. ഇവരെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. റോമി ഗൊനൻ എന്ന ബന്ധി നോവ സംഗീത നിശയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് റോമി ഹമാസ് ബന്ധിയാക്കുന്നത്. ആക്രമണത്തിൽ റോമിയുടെ കാലിനും കൈക്കും വെടിയേറ്റിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ 2 സുഹൃത്തുക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. മറ്റൊരാൾ ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള എമിലിയ ഫാർ അസയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഹമാസ് ബന്ധിയാക്കുന്നത്. ഇവിടെ താമസിച്ചിരുന്ന 37 പേരെയും ഹമാസ് പിടികൂടി. ബന്ധികളിലെ ഏക ബ്രിട്ടീഷ് പൗരയാണ് എമിലി. 15 മാസത്തെ തടവറവാസത്തിനും നരകയാതനയ്ക്കും ഒടുവിൽ അവർ 3 പേർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇസ്രായേൽ ഗാസ വെടിനിർത്തലിന്റെ ആദ്യ ദിവസം ഹമാസ് മോചിപ്പിക്കുന്ന ഈ 3 പേരെ റെഡ് ക്രോസ് സംഘത്തിന് കൈമാറിയതിനു ശേഷമാണ് അവർ IDFന്റെ കൈകളിലേക്ക് എത്തിയത്. റെഡ് ക്രോസ് ഇവരെ ഇസ്രായേൽ സൈന്യത്തെ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിൽ ടെലവീവിലെ ഷെബ മെഡിക്കൽ സെന്ററിലേക്ക് എത്തിക്കുന്ന 3 പേരെയും പരിശോധനകൾക്ക് വിധേയരാക്കിയിട്ടുണ്ട്. ഗാസയുടെ വടക്ക് തെക്ക് ഭാഗങ്ങളെ വിഭജിപ്പിക്കുന്ന നെറ്റ്സരീം ഇടനാഴിയിൽ വെച്ചാണ് റെഡ് ക്രോസിൽ നിന്നും യുവതികളെ ഇസ്രായേൽ സൈന്യം ഏറ്റുവാങ്ങുന്നത്. യുവതികളെ ഏറ്റുവാങ്ങിയ വേളയിൽ ഇവരുടെ അമ്മമാരോട് ഗാസ അതിർത്തിയിലേക്ക് എത്താൻ ഇസ്രായേൽ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതേസമയം 2023 ഒക്ടോബർ 7 ഇസ്രായേൽ അതിർത്തി കടന്നു നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് 251 പേരെ ഹമാസ് ബന്ധികളാക്കി തട്ടിക്കൊണ്ടുപോയത്. അന്ന് നടന്ന വെടിവയ്പിൽ ഡൊറോനും, എമിലിക്കും, റോമിക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 3 പേരെ മോചിപ്പിച്ചതിന് പകരമായി ഇസ്രായേൽ തടവിലുള്ള 90 ഫലസ്തീൻകാരെയും ഇന്ന് മോചിപ്പിക്കും. അതിനിടെ ബന്ധിമോചനത്തിന് തൊട്ടുമുമ്പ് ഗാസയിലെ ഖാൻ യൂണിസിൽ 2 സ്ഫോടനങ്ങൾ ഉണ്ടായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൊറോൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജനുവരിയിലാണ് വിവരം ലഭിച്ചത്. ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ മറ്റ് 2 ബന്ധികൾക്കൊപ്പം ഡൊറോന്റെ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് ആശങ്കകൾക്കൊടുവിൽ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം സമ്പൂർണ്ണ വിജയം എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്.